തിരുവചനം തിരുവചനം. ഈ സമയം നമുക്ക് ഈ തിരുവചനങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നീ ലോകത്തിലേക്ക് വരികയും പിതാവിൻ്റെ സ്നേഹം സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്ത നല്ല ഈശോയെ, ഈ സമയം നിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഈ വചനങ്ങളനുസരിച്ച് ജീവിക്കുവാനും നിന്നിൽ നിന്ന് പഠിക്കുവാനും ഞങ്ങളെ നീ കൂടുതൽ പ്രാപ്തരാക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് തിരുവചനങ്ങൾ ധ്യാനിക്കുവാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ്. യേശു പഠിപ്പിച്ച പ്രാർത്ഥന. യേശു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൽപ്പം നമുക്ക് ചിന്തിക്കാം. ഞാനും വീട്ടിലായിരുന്നപ്പോൾ, വളരെ ചെറുതായിരുന്നപ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ്, ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കൊന്ത പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കുർബാന കാണാൻ പോകണം, കുർബാന കാണാൻ പോകണം, കൊന്ത പ്രാർത്ഥിക്കണം. ഒരു പ്രവൃത്തി പോലെയാണ് നമ്മളിത് പറയുക. കുർബാന കാണാൻ പോകണം, നമ്മൾ കുർബാന അർപ്പിക്കാനാണ് പോകുന്നത്. ഗാഗുൽത്താ മലയിൽ ഈശോ അർപ്പിച്ച ആ ബലി അവിടെ ആവർത്തിക്കപ്പെടുമ്പോൾ ഞാനും ആ ബലിയിൽ പങ്കുചേരുകയാണ്, അർപ്പിക്കുകയാണ്. പുരോഹിതൻ ബലി അർപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്നതാണ് കുർബാന കാണാൻ പോകുന്നു. കൊന്ത പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക. നമ്മൾ പ്രത്യേകിച്ച് സന്യസ്തരം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലെ, ക്രിസ്ത്യാനികൾ ഇപ്പം എല്ലാവരും തന്നെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥന കഴിയും, 1 മണിക്കൂർ കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിയും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിയും. സത്യത്തിൽ ഈ പ്രാർത്ഥന കഴിയാൻ പാടില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും മാറ്റം വരാത്തത്. നമ്മൾ പ്രാർത്ഥന അതൊരു പ്രവൃത്തി പോലെയാണ്. പ്രാർത്ഥന 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, കൊന്ത പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നൊവേന പ്രാർത്ഥിച്ചു കഴിഞ്ഞു, കുർബാന കഴിഞ്ഞു. സത്യത്തിൽ പ്രാർത്ഥന അതൊരു ജീവിതമാണ്. പ്രാർത്ഥന തീരാനുള്ളതല്ല, പ്രാർത്ഥന ഒരു ജീവിതമാണ്. അത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകാതെ പ്രാർത്ഥനയുടെ വ്യക്തികളാകാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക. ഈശോ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്നതിനേക്കാളും ഈശോ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന അത് തീരും, പ്രാർത്ഥിച്ചു തീരും. പക്ഷെ പ്രാർത്ഥനയുടെ വ്യക്തി അത് ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥന ജീവിക്കുന്നവരായിരിക്കണം. ഈശോയുടെ അടുത്ത് ചെന്നിട്ട് ഈശോയുടെ ശിഷ്യന്മാർ ചോദിച്ചു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവരിത് ആവശ്യപ്പെട്ടത് ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ്. ഈശോ ഒരിക്കലും അവരോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈശോ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെന്ന് അവർ കണ്ടുപിടിച്ചു. ഈശോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ഈശോയുടെ ശിഷ്യന്മാർ ചെന്നിട്ട് ഈശോയോട് പറയുക, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ആ പിതാവിൻ്റെ സന്നിധിയിൽ ഈശോ ഇരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ അവർക്കും ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു.
ഈശോയോട് ചോദിക്കുന്നത് വരെ ഒരിക്കലും ഈശോ അവരെ നിർബന്ധിച്ചില്ല പ്രാർത്ഥിക്കാനായിട്ട്. ഈശോ തനിയെ പോയി. ബൈബിളിൽ പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ അവരെ വിട്ടിട്ട് തനിയെ പോയി. നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ടായിരിക്കണം മറ്റുള്ളവർ നമ്മളോട് എന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടേണ്ടത്. ഈശോയോട് ആവശ്യപ്പെട്ടപ്പോൾ ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇന്ന് പലരും ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലാണ് ദൈവം കേൾക്കുക? ഏതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥന? ഏത് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും, ഏത് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ സുഖപ്പെടും എന്ന് അന്വേഷിച്ച് നെട്ടോട്ടമോടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. ഈശോ നമ്മളോട് പറയുന്ന ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ ധ്യാനിച്ചു. 2 മക്കളാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ആദ്യത്തെ ഈ വരിയിൽ തന്നെ അറിഞ്ഞും അറിയാതെയും നമ്മൾ പിതാവിനോട് ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ സഹോദരനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ കായേനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ധൂർത്തപുത്രനിലും ആ ഉപമയിലും മൂത്ത മകൻ തൻ്റെ സഹോദരനെ അംഗീകരിക്കുന്നില്ല, സഹോദരനെ സ്നേഹിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ അംഗീകരിക്കാതെ നമുക്ക് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. ആദ്യത്തെ സെൻറ്റൻസ് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ളവരെല്ലാവരും എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്ന് ഏറ്റുപറഞ്ഞിട്ട് അംഗീകരിച്ചിട്ട് മാത്രമേ എനിക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ പിതാവേ. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈശോയ്ക്ക് നന്നായിട്ടറിയാം, ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മളെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെന്ന്. ഞാൻ എൻ്റെ ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അറിഞ്ഞും അറിയാതെയും പ്രഘോഷിക്കുകയാണ്, നീ എൻ്റെ പിതാവും ഞാൻ നിൻ്റെ മകളുമാണ്. നീ എൻ്റെ പിതാവും ഞാൻ നിൻ്റെ മകനുമാണ്. നീ എൻ്റെ പിതാവാണ് എന്ന സത്യം ഞാൻ അംഗീകരിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്. ഞാൻ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരും എൻ്റെ സഹോദരങ്ങളാണ്. ഞങ്ങളെല്ലാവരും പിതാവേ നിൻ്റെ മക്കളാണ് എന്ന് ഞാൻ പ്രഘോഷിക്കുകയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുക. ഈ ദൈവം നമ്മൾ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റാനാണ്. പലപ്പോഴും ഞാൻ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതി, പക്ഷികൾ, മൃഗങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായിട്ടും നിറവേറ്റുന്നുണ്ട്. ഒരുപക്ഷെ വളരെ തമാശയായിട്ട് തോന്നുമായിരിക്കാം, എങ്കിൽ പോലും പലപ്പോഴും എൻ്റെ ചിന്തകളിലേക്ക് വരുന്നതാണ്, ഒരു പശുവും തൻ്റെ പാല് കുടിക്കുന്നില്ല, ഒരു കോഴിയും തൻ്റെ മുട്ട കഴിക്കുന്നില്ല, ഒരു പൂവും അതിനു വേണ്ടി മാത്രം വിരിയുന്നില്ല. അവരിൽ ക്രമക്കേടുകളില്ല. ദൈവം എന്തിനു വേണ്ടിയിട്ടാണോ അവരെ സൃഷ്ടിച്ചത്
അവരതിൻ്റെ പൂർണ്ണതയിൽ ആ മിഷൻ പൂർത്തീകരിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനാണ്. അതൊരു ദാസ്യവേലയല്ല, അതൊരു അടിമത്തമല്ല. ദൈവത്തിൻ്റെ രാജ്യം അത് സമാധാനമാണ്, സ്നേഹത്തിൻ്റെ രാജ്യമാണ്, സന്തോഷത്തിൻ്റെ രാജ്യമാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സ്നേഹം അനുഭവിക്കാനും ഈ സ്നേഹം കൊടുക്കാനുമാണ്. പലപ്പോഴും ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പോഴെല്ലാം സമയം, സൈക്കോളജി, പലരും അത് അംഗീകരിക്കുന്നു, പലരും അത് അംഗീകരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗസ്ഥനായി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയാണ് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുക. ഞാൻ സൈക്കോളജി പഠിച്ചിട്ടൊന്നുമില്ല. ഈശോയാണ് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ഈ സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്തിനാണ് ഈ ഒരു സെൻറ്റൻസ് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന്. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, അത് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തിനാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്? അറിഞ്ഞും അറിയാതെയും ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യം തരികയാണ്. നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മളോടും ക്ഷമിക്കണമെന്ന്. വീണ്ടും ദൈവം സഹോദരനിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നിൻ്റെ സഹോദരനോട്, നിൻ്റെ സഹോദരിയോട്, നിൻ്റെ മാതാപിതാക്കളോട്, നിൻ്റെ മക്കളോട്, നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട്, നിൻ്റെ അയൽക്കാരോട് നീ ക്ഷമിക്കുക. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ ഈ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുക. നമ്മൾ ചെറുപ്പത്തിലെ കേട്ടു പഠിച്ചതാണ്, കാണാതെ പഠിച്ചതാണ്. അതൊരു ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളത് പ്രാർത്ഥിച്ചു പോവുകയല്ലേ. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ളതല്ല, പ്രാർത്ഥന ജീവിക്കാനുള്ളതാണ്. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നോടും ക്ഷമിക്കേണ്ട എന്ന് തന്നെയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക എന്നോടും ക്ഷമിക്കേണ്ട എന്ന് തന്നെയാണ്. തിരുവചനത്തിൽ ഇങ്ങനെയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോടും ക്ഷമിക്കണമേ. ഞാൻ ക്ഷമിക്കണ്ടെങ്കിൽ എന്നോടും ക്ഷമിക്കേണ്ട എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവിക്കാനാണ്. ഈ ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ പിതാവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ വളരും, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മളിൽ വളരും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സുബോധത്തോടെയാണെങ്കിൽ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ വരാത്തതിന് കാരണം നമ്മൾ അതിരം കൊണ്ട് മാത്രമാണ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും, ഈശോ വീണ്ടും പറഞ്ഞിട്ടുണ്ട് തിരുവചനത്തിലൂടെ, നിങ്ങൾ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ ആ ബലി വസ്തുക്കൾ അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെടുക, തിരിച്ചു വന്നിട്ട് ബലിയർപ്പിക്കുക. ഈ പ്രാർത്ഥനയിൽ നിന്നും തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരും നമ്മൾ സുബോധത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ. ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു, പ്രാർത്ഥന ജീവിക്കാനുള്ളതാണ്. നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരാകേണ്ടതാണ്. എൻ്റെ സഹോദരങ്ങളോട്
ക്ഷമിച്ചെങ്കിൽ മാത്രമേ എൻ്റെ പിതാവിനോട് എന്നോടും ക്ഷമിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പിതാവ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വന്തം മക്കളെയായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം പറയുക, നിങ്ങൾ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ ആഗ്രഹിച്ചു. എല്ലാവരും ഒരുമിച്ച് പിതാവേ എന്ന് വിളിക്കാനാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുക. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശത്രുക്കളായി കാണുന്നത് നമ്മളെ ഇഷ്ടമില്ലാത്തവരെ ആയിരിക്കാം. സത്യത്തിൽ നമ്മുടെ ശത്രുക്കൾ സഭ നമ്മളെ പഠിപ്പിക്കുക, ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ ശത്രുക്കൾ ലോകം, പിശാച്, ശരീരം. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അത് പൂർണ്ണമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രലോഭനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ആ പ്രലോഭനങ്ങളിൽ നിന്നും നമ്മളെ കാത്തുകൊള്ളാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അന്നന്ന് വേണ്ട ആഹാരം അത് ഭക്ഷണം മാത്രമല്ല, തിരുവചനങ്ങൾ കൂടിയാണ്. നമുക്കറിയാം, ഈശോയ്ക്ക് പ്രലോഭനം ഉണ്ടായപ്പോൾ ഈശോ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല തിരുവചനങ്ങൾ കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് എത്ര തിരുവചനങ്ങൾ കാണാതെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈശോയ്ക്ക് പ്രലോഭനങ്ങളുണ്ടായപ്പോൾ 3 പ്രലോഭനങ്ങളിലും തിരുവചനങ്ങളിലൂടെയാണ് ഈശോ ആ പ്രലോഭനങ്ങളെ നേരിട്ടത്. എത്ര തിരുവചനങ്ങളാണ് നമുക്ക് കാണാതെ അറിയാം. നമുക്ക് പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ നേരിടേണ്ടത് ഈ തിരുവചനങ്ങളിലൂടെയാണ്. നമ്മുടെ മക്കളെ നമുക്ക് തിരുവചനങ്ങൾ പഠിപ്പിക്കാം. പ്രലോഭന സമയത്ത് ഈ തിരുവചനങ്ങൾ അവർക്ക് ശക്തി തരും. പ്രലോഭനങ്ങൾ വിജയിക്കുവാനായിട്ട് തിരുവചനങ്ങൾ അവരെ ശക്തരാക്കും. ഞാൻ ഉക്രൈനിലായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ അവരോട് എപ്പോഴും പറയുന്നതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞാനും പിതാവുമായി രമ്യപ്പെടും, ഞാനും സഹോദരങ്ങളുമായി രമ്യപ്പെടും. എൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും, സഹോദരൻ്റെ തെറ്റുകൾ ഞാനും ക്ഷമിക്കും. അന്നന്ന് വേണ്ട ആഹാരം, എൻ്റെ ജീവിതത്തിന് ആവശ്യമായുള്ളതെല്ലാം ദൈവം എനിക്ക് തരും. ആ ഒരു വിശ്വാസമാണ്, ആ ഒരു സത്യമാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, ഈ പ്രാർത്ഥന ജീവിക്കുക. നമുക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലാതെ നമുക്ക് ഈ പ്രാർത്ഥന ജീവിക്കാം. എൻ്റെ ദൈവത്തെ എൻ്റെ പിതാവായിട്ട് ഏറ്റുപറയാം. ഞാൻ ആ പിതാവിൻ്റെ മകളാണ്, മകനാണ് എന്ന സത്യം നമുക്ക് അംഗീകരിക്കാം. ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മനസ്സിലാക്കാം, ആ പദ്ധതി ജീവിക്കാം. ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാം. നമ്മളോട് നമ്മളാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാം. അങ്ങനെ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നമുക്ക് തരും. നമ്മുടെ സന്തോഷം ഇരട്ടിക്കും. ദൈവം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. നമ്മൾ അവിടുത്തെ മക്കളാണെന്നുള്ള സത്യം നമുക്ക് മറക്കാതിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധി അമ്മേ, അമ്മ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചതുപോലെ, സംഗ്രഹിച്ചതുപോലെ, ആ വചനം ജീവിച്ചതുപോലെ ഞങ്ങളെയും വചനങ്ങൾ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
പരിശുദ്ധാത്മാവായ ദൈവമേ, നിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ ഈ വചനങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.